അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 17ാമത്തെ പാഠം അദ്ദർസു സാബിഅ അശറ മുഖ്ലിസീന ലഹുദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾ പറയും, റബ്ബേ, ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രക്തസാക്ഷിയായി. അപ്പോൾ അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. മൂന്നാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ 3 വ്യക്തികളുടെയും ഇബാദത്തിന് എന്താണ് സംഭവിച്ചത്? അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ലാ തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാം. നീ ഇഖ്ലാസുള്ളവനാവുക, ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. ഇനി അതിൻ്റെ അർത്ഥങ്ങളുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാബിഅ അശറ 17ാമത്തെ പാഠം മുഖ്ലിസീന ലഹുദ്ദീൻ. ഒന്നാമത് കാണാം, നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാനാണ് നീ ധനം ചെലവഴിച്ചത്. മൂന്നാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്തു ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഇനി അതിൻ്റെ രണ്ടാമത്തത് കാണാം, നുതർജുമു ഇലൽ അറബിയ. അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുക. കർമ്മം, അമൽ. ഉദ്ദേശം, അൽ ഇറാദ. രക്തസാക്ഷി, ഷഹീദ്. പണ്ഡിതൻ, ആലിമൻ. പണക്കാരൻ, ഗനിയ്യ്. ഇനി നുതർജുമു ഇലാ ലോകത്തിന, അതിനെ നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക. ശുജാഅ്, ധീരൻ. തഖറബ, സാമീപ്യം. താഅത്ത്, ആരാധന. തഅല്ലമ, പഠിച്ചു. ഖറഅ, പാരായണം ചെയ്തു. ഇനി നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഞാൻ നിനക്ക് വേണ്ടി ഡാഷ് രക്തസാക്ഷി പറയും, യുദ്ധം ചെയ്തു. 2. അള്ളാഹുവിൻ്റെ ഡാഷ് മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്, തൃപ്തി. 3. ഇഖ്ലാസ് ഇല്ലാതെ ഡാഷ് സമ്പൂർണ്ണമാവുകയില്ല, ഇബാദത്തുകൾ. 4. ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് ഡാഷ് പരിഗണിച്ചാണ്, നിയ്യത്ത്. ഇനി 4-ാമത്തവർക്കാണ് നുഅദ്ദു ഫിഖറ, ഒരു ഗണ്ണിക എഴുതുക. അന്ത്യനാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന 3 പേരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? അവിടെ കാണാം. ഒന്നാമത്തെ ആളെക്കുറിച്ച്
നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. രണ്ടാമത് പറയുന്നത്, നീ പറഞ്ഞത് കളവാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. ഇനി അടുത്തത് അല്ലാഹു തആല ചോദിക്കും, കളവ്, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഇനി അടുത്തത് കാണാം, തഖ്സീസ്. ഒന്ന്, അഖ്ലിസ് വദ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറുബ മിൻ ഇലായിക ദിൽ കിലാ എന്ന വാക്യം വികസിപ്പിച്ചെഴുതുക. നമുക്കതിൻ്റെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ആ ബൈത്തിൻ്റെ അർത്ഥമുണ്ട്. നീ ഇഖ്ലാസുള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. ഇനി അടുത്തത്, ഹിദായത്തുൽ അദ്കിയ എന്ന കൃതിയുടെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കണ്ടെത്തി അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.